കൂട്ടുകാരെ, നമുക്ക് അന്നേരം പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ദാണ്ടെ നമ്മളുടെ ഈ ഒരു ചായ ഗ്ലാസ്സിനകത്ത് നിറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടെ ചെറിയൊരു ഗ്ലാസ്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അതിൻ്റെ സെയിം ഗ്ലാസ്സിൽ കുറച്ചും കൂടെ കുറഞ്ഞ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഓയിലുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് മുന്തിരിങ്ങയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും, അത് ഒരു പച്ച, മഞ്ഞ, ഓറഞ്ച് എന്നീ കളർ മിക്സ്ഡ് ആയിട്ടുള്ളത്, 2 മുട്ട, പിന്നെ ഗ്രാമ്പൂവും പട്ടയും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ആദ്യം പഞ്ചാരയൊന്ന് മെൽറ്റ് ആക്കാം. അതിനായി ഇതാ ഗ്യാസ് കത്തിക്കുകയാണ്. നമ്മൾ താണ്ടെ ഒരു സ്റ്റീൽ പാത്രമാണ് വെച്ചേക്കുന്നത് കേട്ടോ. സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ താണ്ടെ തീ ഒന്ന് കുറയ്ക്കാൻ പോവുകയാണേ. നിങ്ങൾ തീ ഒന്ന് നോക്കിക്കോ. ചെറിയ തീ വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇതാണ് പഞ്ചാര മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ആ കുറഞ്ഞ അളവിലിരുന്ന പഞ്ചസാര കണ്ടില്ലേ നിങ്ങൾ? ആ കുറഞ്ഞ അളവിലിരുന്ന പഞ്ചസാരയുടെ ആ പഞ്ചസാര എടുത്താണ് ഞാൻ നമ്മുടെ ഇവിടെ സ്റ്റീൽ ചരുവത്തിനകത്ത് ഇട്ട് നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആക്കാൻ വെച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, താണ്ടെ നല്ലൊരു കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നും ഭയങ്കര കട്ടി കളറായിട്ടുണ്ടെന്ന്. ഇത്രയും കളർ തന്നെ ആവണം. താണ്ടെ ഈ കളറായതിനകത്തേക്ക് ഞാൻ താണ്ടെ ഈ ഗ്ലാസ് കണ്ടോ നിങ്ങൾ, ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്ന ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചൊഴിക്കണം. എന്താ പയ്യെ 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 ഒഴിച്ച് കണ്ടോ. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടല്ലോ, ഞാൻ നമ്മളെ മെൽറ്റായി വന്ന ആ ഒരു പഞ്ചസാരയുടെ മെൽറ്റായി വന്ന അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചതുണ്ട്. ഈ ഗ്ലാസ്സിൽ ഒഴിച്ച വെള്ളം നിങ്ങൾ കണ്ടല്ലോ, ചൂടുവെള്ളം. പച്ചവെള്ളം ഒഴിക്കാൻ പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാണ് പറയുന്നത് ചൂടുവെള്ളം ഒഴിച്ചാൽ മതിയെന്ന്. കണ്ടോ, ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഒരു ഇച്ചിരി നേരം ഒന്ന് നമ്മളൊന്നും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്കത് മാറ്റി വെക്കാം. നല്ല രീതിയിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലിരുന്ന് നല്ല രീതിയിലൊന്ന് ആറട്ടെ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സെക്കൻഡ് പറഞ്ഞാൽ നമ്മളെ മുന്തിരിങ്ങയും ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതെ, അതിനാവശ്യമായ വെള്ളം ഒഴിക്കുകയാണേ. ആ ഒരു വെള്ളം, ഒരു ഗ്ലാസ് നമ്മൾ കംപ്ലീറ്റ് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി അതിനകത്തേക്ക് ഈ ടൂട്ടി ഫ്രൂട്ടിയും കാണിച്ചേ ദാണ്ടോ, നമ്മളെ ടൂട്ടി ഫ്രൂട്ടിയും ആ ഒരു കറുത്ത മുന്തിരിങ്ങ എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. ഇനി നന്നായിട്ടൊന്ന് ഇത് വെട്ടിത്തിളയ്ക്കണം കേട്ടോ. അതായത് വെട്ടിത്തിളയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് സമയം ഇത് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. അനിഷം കാണിച്ചു തരാം ഞാൻ ബാക്കി. കൂട്ടുകാരെ, താണ്ട നമ്മൾ വേവിക്കാൻ വെച്ച നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം മുന്തിരിങ്ങയും അതെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ലൊരു അരിപ്പെടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഊറ്റുക, മനസ്സിലായോ? നല്ല രീതിയിൽ അരിപ്പെടുത്തിട്ട് ഊറ്റുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കിട്ടട്ടെ, ഇത് തണുക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച് നമ്മളെ പഞ്ചസാരയും കൂടെ നല്ല രീതിയിലൊന്ന് തണുക്കട്ടെ. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ്, ഞാൻ താണ്ടെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഈ പഞ്ചസാര കണ്ടോ നിങ്ങൾ? ആ പഞ്ചസാര ഞാൻ താണ്ടെ കുഞ്ഞു മിക്സിയുടെ ജാറിലിടുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമയം ഒട്ടും തന്നെ ഇല്ലാത്ത മിക്സിയുടെ ജാറായിരിക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ ഇട്ടു. ഇനി ഇതിനകത്തേക്ക് താണ്ടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പൂവും കറുവപ്പട്ടയും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് താണ്ടെ കണ്ടോ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണാം. കൂട്ടുകാരെ, ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പാണ്. അതിനായിട്ട് ഞാൻ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ പൊട്ടിച്ചൊഴിച്ചതിനകത്തേക്ക് ഞാൻ താണ്ടെ വാനില എസൻസ് അതിൻ്റെ അടപ്പിന് ഒരു അടപ്പ് ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. വേണ്ട, അതിൻ്റെ അടപ്പ് കണ്ടോ നിങ്ങൾ? അതിൻ്റെ അടപ്പിന് ഒരടപ്പ് മതി. വേണ്ട, അത് ഞാൻ താണ്ടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ദാണ്ട നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ കണ്ടോ നിങ്ങൾ? ആ സൺഫ്ലവർ ഓയിലാണ് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ദാണ്ടെ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന, നേരത്തെ ഞാൻ കാണിച്ചല്ലോ നമ്മളെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പഞ്ചസാര, അതാണ് നമ്മളിനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
കംപ്ലീറ്റ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇടുന്നതിൻ്റെ ആ ഒരു പൊടിയാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറയിലോട്ട് കേട്ടോ. കംപ്ലീറ്റ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കണ്ടേ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് അപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 5ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. കൂട്ടുകാരെ, നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ മൈദാമാവ് അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇത്രയും ഉപ്പാണ് എടുത്തേക്കുന്നത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൈയളവിനാണ് നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ എടുക്കുന്നത് കണ്ടോ, അതും ഒരു കൈയളവിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഈ അരിപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിയും കേട്ടോ. കാര്യം നമ്മൾ 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മൈദാമാവും എല്ലാം ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ടൂട്ടി ഫ്രൂട്ടി മുന്തിരിങ്ങ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ചൂട് നല്ലപോലെ ആറിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിതാ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചേക്കുന്ന കംപ്ലീറ്റ് അണ്ടിപ്പരിപ്പും നമ്മൾ ഫുള്ളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ ആ മാവുമായിട്ട് ഒന്ന് കുഴയുന്ന രീതിയിൽ നല്ല പോലെ തന്നെ നിങ്ങളൊന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള നമ്മുടെ 2 മുട്ടയും സൺഫ്ലവർ ഓയിലും പഞ്ചസാരയും എല്ലാം കൂടെ അടിച്ചു വെച്ചിട്ടുള്ള അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. കണ്ടോ, നമ്മൾ കംപ്ലീറ്റും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് കട്ട പിടിക്കാതെ മിക്സ് ചെയ്തോണം കേട്ടോ. കട്ട പിടിക്കാനുള്ള ഇട കൊടുക്കരുത്. എല്ലാ മാവും കൂടെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ യോജിപ്പിക്കുക. കട സിറപ്പ് ഉണ്ടല്ലോ, നമ്മൾ മെൽറ്റ് ആക്കി വെച്ചേക്കുന്ന ആ കളറിലുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് നമ്മൾ അത് നല്ല രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതാണ്ടേ കൂട്ടുകാരെ, നമ്മൾ കേക്കിൻ്റെ മിക്സ് കറക്റ്റായിട്ട് നമ്മളിതാ മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. കണ്ടേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടേ ഈ ഒരു കട്ടി കണ്ടോ, നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ. ഇനി 7ാമത്തെ സ്റ്റെപ്പാണ്. നല്ലൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, എൻ്റെ ഒരു പാത്രം. അപ്പം കണ്ടേ അത് ഞാനിവിടെ കമത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അളവിൽ ഞാൻ നല്ല രീതിയിൽ വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കൂട്ടുകാരെ, ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ തടവാൻ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി നിങ്ങൾക്ക് ഇതിലേക്ക് വിതറാം. നല്ല രീതിയിൽ മൈദപ്പൊടി നിങ്ങൾക്ക് വിതറാം. മൈദപ്പൊടി നല്ല രീതിയിൽ വിതറിയിട്ട് അങ്ങനെയും വെക്കാം. പക്ഷേ ബട്ടർ പേപ്പർ ഉള്ളതാണ് നല്ലത് കേട്ടോ. ഞാൻ എല്ലായിടത്തും എണ്ണ ചുറ്റിച്ചിട്ടുണ്ട്. എൻ്റെ വെട്ടി വെച്ചേക്കുന്ന ബട്ടർ പേപ്പർ ഞാൻ നല്ല രീതിയിൽ ആ പാത്രത്തിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലേക്ക് വെക്കാനായിട്ട് ഞാൻ തയ്യാറാക്കി വെക്കുന്ന ബാക്കി ബട്ടർ പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൂടെ ശ്രദ്ധിച്ചൊട്ടിക്കാം നമുക്ക്. കണ്ടോ, അപ്പം അത് അത്രയും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മളുടെ കൂട്ട് കണ്ടോ, ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒഴിക്കാൻ പോവാ കേട്ടോ. നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവുക. വരെ കംപ്ലീറ്റ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തട്ടിക്കൊടുക്കണം. കാര്യം അതിൻ്റെ ആ ഒരു എയർ എന്തെങ്കിലുമൊക്കെ കയറി നിൽപ്പോൾ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നല്ല രീതിയിലൊന്ന് തട്ടുകയാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് തട്ടിക്കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഭംഗിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അവിടെ ഇവിടെയായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നുണ്ട്.
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വെച്ച് കൊടുക്കുകയാണ്, ഇടുകയല്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഭംഗിക്ക്, നമ്മളെ കേക്ക് ഇങ്ങനെ പൊന്തി മേളിലേക്ക് വരുമ്പം ഒരു ഭംഗിക്ക് വേണ്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മതി, അങ്ങനെ അടുപ്പിച്ചങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, മതി. ഇനി നമുക്ക് അടുത്തത് ടൂട്ടി ഫ്രൂട്ടി എന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. വേണ്ട, കുറച്ച് നമ്മൾ വിതറുവാണേ. നമ്മൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഒന്ന് വിതറുകയാണ്. ഇതിപ്പം എൻ്റെ കയ്യിലിപ്പം ഈ ടൂട്ടി ഫ്രൂട്ടി, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പേ ഉള്ളൂ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട്. നിങ്ങളുടെ കയ്യിലിപ്പം ബദാം പരിപ്പോ പിസ്തായോ ഈന്തപ്പഴമോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. അതാണല്ലോ ക്രിസ്മസിൻ്റെ പ്ലം കേക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സിമ്പിള്, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ചിലവ് ചുരുക്കി ചെയ്യാവുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടേ, ഇതിനകത്താണ് നമ്മുടെ കേക്ക് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ താണ്ടോ ഇതുപോലെ ഒരു എൻ്റെ ഇതിനകത്ത് നല്ല ഒരു ഹോളുണ്ട് ചെറുത്, അതുകൊണ്ട് തന്നെ ഞാനൊരു പേപ്പർ കഷ്ണം വെച്ച് നല്ല രീതിയിൽ എയർ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാത്രം നമുക്ക് ഇതുപോലൊരു തിരികെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കണം. അതിനുശേഷമേ നമ്മുടെ കേക്ക് വെക്കാൻ പറ്റൂ. കണ്ടേ, തീ കത്തിക്കാൻ പോവാണ്. പാത്രം വെച്ചിട്ടുണ്ട്, നമ്മൾ തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടപ്പ് നമ്മൾ അടയ്ക്കാൻ പോവാണ് കേട്ടോ. അടപ്പ് നമ്മൾ മൂടി അടച്ച് വേണം നിങ്ങൾ ശ്രദ്ധിച്ച് 10 മിനിറ്റ് നേരം ഒന്ന് ഹീറ്റ് ചെയ്യാൻ. അത് വളരെ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ തീ കുറയ്ക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കണ്ട, ചെറിയൊരു മീഡിയം തീയേ ഉള്ളൂ. ഈ തീയിൽ വേണം 10 മിനിറ്റ് ഒന്ന് ഹീറ്റ് ആവാൻ. അതിനുശേഷമേ നമ്മൾ ഈ കേക്കിൻ്റെ ഇതെടുത്ത് വെക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പയ്യെ തുറന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, പയ്യെ തുറന്ന് മാറ്റി. ഇതിനകത്തേക്ക് നമ്മളെ കേക്ക് ഞാൻ ഇറക്കി വെക്കാൻ പോവാണ് കേട്ടോ. കണ്ടേ, നമ്മളെ കേക്ക് ഇറക്കി വെക്കാൻ പോവാണ്. ഈ കേക്കിൻ്റെ അതായത് കേക്ക് വെന്ത് വരാനുള്ള സമയം എന്ന് പറയുന്നത് 60 മുതൽ 70 മിനിറ്റ് വരെയാണ് നമുക്കിത് വെന്ത് വരാനുള്ള സമയം. ഓക്കെ, അപ്പം നല്ല രീതിയിൽ എയർ ടൈറ്റ് ചെയ്ത് വെച്ച് തന്നെ വേണം പാത്രം വെക്കാനായിട്ട് കേട്ടോ. ഒരു ശകലം പോലും എയർ പാത്രത്തിനുള്ളിലോട്ട് കയറാൻ പാടില്ല. ആ രീതിയിൽ വേണം വെക്കാൻ. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഗ്ലാസിൻ്റെ അടപ്പാവുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുമ്പം കേക്കിൻ്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാതെ തന്നെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒരു 60 മുതൽ 70 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരെ നമ്മുടെ കേക്ക് ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 70 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ദാണ്ടെ സെറ്റായി. ഞാൻ തീയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പയ്യെ അമ്മയെ കൊണ്ടുവന്ന് തുറപ്പിച്ച് നോക്കാം. ദാണ്ടെ നമ്മുടെ കേക്ക് റെഡിയായി ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ, അതായത് 2022 നമ്മൾ ഡിസംബർ മാസത്തിൽ നമ്മുടെ ക്രിസ്മസിന് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കാനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളെ കേക്ക് കണ്ടോ. അപ്പോൾ കൂട്ടുകാരെ, ദാണ്ടെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 70 മിനിറ്റ് ആണ് എനിക്ക് ഈ ഒരു പ്ലം കേക്ക് വെന്ത് കിട്ടാനെടുത്ത സമയം. ഓക്കെ, അപ്പം നമ്മൾ ദാണ്ടെ ഒരു ചെറിയ ഒരു കമ്പ് വെച്ചിട്ട് കുത്തി നോക്കാൻ പോവുകയാണ് ഇത് വെന്തോ ഇല്ലയോ എന്ന്. അപ്പം എല്ലാവരും നമ്മളുടെ ഈ പ്ലം കേക്ക് നിങ്ങളുടെ വീടുകളിൽ ഈ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത വീഡിയോ ആണിത്. അതാണ്ട് നമ്മൾ കുത്തി നോക്കാൻ പോവുകയാണ്. കുത്തി നോക്കി ആ കമ്പിനകത്ത് എങ്ങും മാവ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് അടിപൊളിയായിട്ട് വെന്തെന്നാണ് അർത്ഥം. അതാണ്ടേ നമ്മുടെ കേക്ക് നല്ല കിടിലായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഇപ്പം നമുക്ക് സമയം ഒരു 7:20 ആയിട്ടുണ്ട്. അപ്പം ഒരു 8:30 ആയതിനു ശേഷം മാത്രമേ ഞാൻ ഈ കേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് തട്ടിയിടത്തുള്ളൂ. എന്താന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ ചൂട് ആറി നല്ല രീതിയിൽ തണുത്തെങ്കിൽ മാത്രമേ കേക്ക് ആ പാത്രത്തിൽ നിന്നും വിട്ടുപോരത്തുള്ളൂ. അപ്പം കേക്ക് ഒന്ന് റെഡിയായി, അതായത് ചൂടാറിയതിന് ശേഷം കാണാം കേട്ടോ. കൂട്ടുകാരെ, ദാണ്ടെ നമ്മുടെ പ്ലം കേക്ക് നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയ പ്ലം കേക്ക് ഞാൻ ദാണ്ടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സൈഡിലൊക്കെ ആ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ടോ എവിടെ നല്ലപോലെ കരിഞ്ഞതോ ഒന്നുമില്ല കണ്ടോ.
സൈഡിലൊക്കെ അതാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ, ഇതാണ് നമ്മുടെ അടിപൊളി പ്ലം കേക്ക്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല, ഗസ്റ്റ് വന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിങ്കി വി ആർ വ്ളോഗ് 2 എന്ന നമ്മുടെ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, സബ്സ്ക്രൈബേഴ്സ് അല്ല നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്.